നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഓർഡർ ബ്ലോക്ക് എന്നൊരു സംഭവത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ സ്മാർട്ട് മണിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പും പഠിച്ചു, അതുപോലെ പുൾ ബാക്കും പഠിച്ചു അല്ലേ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് ഓർഡർ ബ്ലോക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓർഡർ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ക്യാൻഡിലാണ് ഓർഡർ ബ്ലോക്ക് ക്യാൻഡിൽ എന്ന് പറയും. ഈ ഒരു ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസോ അല്ലെങ്കിൽ വലിയ ബാങ്കുകളോ, അതായത് ഏറ്റവും കൂടുതൽ ഫണ്ട് ആഡ് ചെയ്യുന്ന സ്മാർട്ട് മണി എൻ്റർ ആവാൻ ചാൻസ് ഉള്ള എൻ്റർ ആയ ഒരു ക്യാൻഡിലിനെയാണ് നമ്മൾ ഓർഡർ ബ്ലോക്ക് ക്യാൻഡിൽ എന്ന് പറയാം. എന്നാൽ ഈ ഓർഡർ ബ്ലോക്ക് ക്യാൻഡിൽ നമുക്ക് എങ്ങനെ തിരിച്ചറിയാമെന്നായിരിക്കും അടുത്തൊരു ഡൗട്ട് അല്ലേ. എങ്ങനെ മാർക്കറ്റിൽ ഈ ഓർഡർ ബ്ലോക്ക് ക്യാൻഡിൽ തിരിച്ചറിയാം എന്നുള്ളതാണ്. അതുപോലെ എന്താണ് ഇതിൻ്റെ ലോജിക്ക് എന്നുള്ളതും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഈ ഒരു ഓർഡർ ബ്ലോക്ക് ക്യാൻഡിൽ വേണമെങ്കിൽ രണ്ട് കാര്യം വേണം. ഒന്നുകിൽ ഒരു മാർക്കറ്റ് ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യണമെങ്കിൽ ഒരു ട്രെൻഡ് മീൻസ് ഒരു ലാസ്റ്റത്തെ ലോവർ ഹൈയോ ഹയർ ലോയോ ഒക്കെ ബ്രേക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത ക്യാൻഡിലും ആ ഒരു ക്യാൻഡിലിന് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഓർഡർ ബ്ലോക്ക് ക്യാൻഡിൽ എന്ന് പറയാം. ഇപ്പോൾ ഈ ഒരു ഇവിടെ നിങ്ങൾക്ക് കണ്ണ് ശ്രദ്ധിച്ചാൽ അറിയാം, മാർക്കറ്റിൽ കണ്ടിന്യൂസ് ഡൗൺ ട്രെൻഡ് ആയിരുന്നു അല്ലേ. മാർക്കറ്റ് മൂവ് ചെയ്ത് ഡൗൺ ട്രെൻഡ് മൂവ്മെൻ്റ് ആണ്. പക്ഷേ ഇവിടുന്ന് തിരിച്ച് കയറാൻ തുടങ്ങി. ലാസ്റ്റത്തെ ഉണ്ടായ ഹൈനെ മീൻസ് ബ്രേക്ക് ചെയ്തു. ഒരു ഡൗൺ ട്രെൻഡിൽ ഇങ്ങനെയാണ് നമുക്ക് ഓർഡർ ബ്ലോക്ക് കൺഫേം മനസ്സിലാക്കുക. ഈ ഒരു ലാസ്റ്റത്തെ ഹൈനെ ബ്രേക്ക് ചെയ്തു ഇവിടെ അല്ലേ. അപ്പോൾ ഈ ഒരു സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ നിന്നാണോ നമ്മൾ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു ക്യാൻഡിൽ നമുക്ക് ഓർഡർ ബ്ലോക്ക് ക്യാൻഡിൽ എന്ന് പറയും. ഫസ്റ്റത്തെ കണ്ടീഷൻ ഓക്കെ ആയി. നമ്മുടെ ഒരു ഏതെങ്കിലും ഒരു മൂവ്മെൻറ്റ് ഡൗൺ ട്രെൻഡിലാണെങ്കിൽ ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ഇവിടെ ലാസ്റ്റത്തെ ഹൈനെ ലോവർ ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് ഒരു മീൻസ് ജസ്റ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാം ഈ സ്റ്റാർട്ട് ചെയ്ത ക്യാൻഡിലിനെ ഓർഡർ ബ്ലോക്ക് ക്യാൻഡിൽ എന്ന് പറയാം. പക്ഷേ ഒരു കാര്യം കൂടെ വേണം, ഈ ഓർഡർ ബ്ലോക്ക് ക്യാൻഡിൽ എന്ത് വേണം, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കൂടെ വേണം. നിങ്ങൾക്ക് നോക്കൂ, ഈ ഫസ്റ്റ് ക്യാൻഡിലെയും തേർഡ് ക്യാൻഡിലെയും ഗ്യാപ്പിൽ ഒരു ഗ്യാപ്പ് വേണം അല്ലേ. പക്ഷേ തേർഡ് ക്യാൻഡിൽ ഫസ്റ്റ് ക്യാൻഡിലിനെ മിറ്റിഗേറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ഗ്യാപ്പ് ഇല്ല. അപ്പോൾ ഈ ക്യാൻഡിലിനെ നമുക്ക് ഓർഡർ ബ്ലോക്ക് ക്യാൻഡിൽ എന്ന് പറയാൻ പറ്റില്ല. ഇനി സെക്കൻഡ് ക്യാൻഡിൽ നോക്കുക, സെക്കൻഡ് ക്യാൻഡിലും ഫോർത്ത് ക്യാൻഡിലും തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് സെക്കൻഡ് ക്യാൻഡിലിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യാം, ഒരു ഓർഡർ ബ്ലോക്ക് ക്യാൻഡിലായിട്ട് കൺസിഡർ ചെയ്യാം. ഇനി ഇവിടെ നോക്കൂ, നിങ്ങൾ കണ്ടിന്യൂസ് ഡൗൺ സൈഡ് വന്നു, ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഈ ഒരു സ്റ്റാർട്ടിങ് ക്യാൻഡിലിനെ നമുക്ക് ഓർഡർ ബ്ലോക്ക് ആയിട്ട് നോക്കാം. പിന്നെ നോക്കേണ്ടത് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടോയെന്ന്. ഇവിടെയും മൂന്നാമത്തെ ക്യാൻഡിലിന് ഇടയിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ഈ ഒരു സെക്കൻഡ് എക്സാമ്പിളിൽ ഫസ്റ്റത്തെ ക്യാൻഡിലിനെ നമുക്ക് ഓർഡർ ബ്ലോക്ക് ക്യാൻഡിൽ എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്ത് വെക്കാം. ഇത് നമുക്ക് എൻട്രി ഒക്കെ ചെയ്യാൻ യൂസ് ആയ സംഭവമാണ്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് പഠിക്കാം. പിന്നെ നമ്മൾ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഓർഡർ ബ്ലോക്ക് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ മിക്ക സമയത്തും ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇങ്ങനെ ഡൗൺ ട്രെൻഡ് മാർക്കറ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് എന്താണ്, ഒരു ക്യാൻഡിലിന് താഴെ അധികം സ്റ്റോപ്പ് ലോസോ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ഏരിയകളൊക്കെ ഉള്ള, ചിലപ്പോൾ പ്രീവിയസ് ടൈമിൽ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ അല്ലെങ്കിൽ ഉള്ള സമയത്താണെങ്കിൽ ഒരു ലെവലിൻ്റെ താഴേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തിട്ട് ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ്, അതായത് ഈ ഒരു ഏരിയയിൽ ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ടുണ്ടാവും മാർക്കറ്റ്. ഞാൻ പറഞ്ഞു, നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇവിടെ എൻ്റർ ചെയ്യുന്നതെങ്കിൽ അവർക്ക് എന്താണ് ലിക്വിഡിറ്റി, ഹൈ ലിക്വിഡിറ്റി വേണം. അപ്പോൾ എല്ലാവർക്കും അറിയുന്നൊരു കേസായിരിക്കാം ചിലപ്പോൾ ഈ ഒരു ഏരിയയിൽ ഒരുപാട് സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും. കാരണം മാർക്കറ്റ് കണ്ടിന്യൂസ് ഡൗൺ ട്രെൻഡ് വരുമ്പോൾ ചിലപ്പോൾ ഈ ഒരു ഏരിയയിൽ എന്താണ് ഒരു സപ്പോർട്ട് ഉണ്ടെന്ന് കരുതുക. നിങ്ങൾ ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ആണ് നിങ്ങൾ കരുതുക. അപ്പോൾ മാർക്കറ്റ് സപ്പോർട്ട് ഏരിയൻ്റെ താഴേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങി എന്ന് പറയാം. അപ്പോൾ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യാം, അവർ ഷോർട്ട് പൊസിഷനിൽ എൻ്റർ ചെയ്യാം. അപ്പോൾ ഇവർക്ക്, അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അവരുടെ ലോങ് പൊസിഷൻ എൻ്റർ ചെയ്യാനുള്ള ലിക്വിഡിറ്റി കിട്ടി. അതുകൊണ്ടാണ് ഹെവി ആയിട്ട് അപ്സൈഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തത്. ഇങ്ങനെ ലിക്വിഡിറ്റി കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ ബ്ലോക്കിനെ നല്ലൊരു പ്രോപ്പർ ഓർഡർ ബ്ലോക്ക് എന്ന് പറയാൻ പറ്റും. എപ്പോഴും ലിക്വിഡിറ്റി കളക്ട് ചെയ്യുക, ഏതെങ്കിലും ഒരു ഏരിയയിൽ ലിക്വിഡിറ്റി കളക്ട് ചെയ്യുക. നല്ലൊരു വിക്ക് ക്യാൻഡിലൊക്കെ നമുക്ക് പറയാൻ പറ്റും ലിക്വിഡിറ്റി കളക്ട്, ഒരു ബുള്ളിഷ് ഹാമർ ക്യാൻഡിലൊക്കെ നമുക്ക് അങ്ങനെ പറയാൻ കഴിയും. കാരണം അത് ലിക്വിഡിറ്റി കളക്ട് ചെയ്ത് വരിക. കുറേ ആളുകൾ ഷോർട്ട് ചെയ്ത പൊസിഷനിൽ അവർ ലോങ് കയറിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർ അപ് ട്രെൻഡിലാണെങ്കിൽ അവർ നോർമൽ റീറ്റെയിലേഴ്സ് ലോങ് പൊസിഷനിൽ കയറിയത്, അതായത് ബൈ പൊസിഷനിൽ കയറിയത് അവർ സെല്ല് പൊസിഷനിലേക്ക് കയറാനുള്ള ലിക്വിഡിറ്റി അവിടെ കളക്ട് ചെയ്യാൻ പറ്റിയൊരു ഏരിയ. ഇതാണ് സംഭവം, ലിക്വിഡിറ്റി എന്ന് പറഞ്ഞ സിമ്പിൾ. ഇനി ഒരു ചാർട്ടിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ ഒരു ചാർട്ടിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ നമുക്ക് എങ്ങനെ ഓർഡർ ബ്ലോക്ക് നമുക്ക് മനസ്സിലാകാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ഏരിയയിൽ
നമുക്ക് മാർക്കറ്റ് ഒരു ചെറിയൊരു പുഷ് തന്നതിന് ശേഷം ഈ ഒരു ഹൈനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു അല്ലേ. ആ ബ്രേക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത ക്യാൻഡിലാണ് ഈ ഒരു ക്യാൻഡിൽ അല്ല, ഈ ഒരു ക്യാൻഡിലും രണ്ടും നമുക്ക് പറയാം. ഇൻസൈഡ് ബാർ ആയതുകൊണ്ട് ഈ ഒരു ക്യാൻഡിൽ നമുക്ക് എടുക്കാം. പക്ഷേ നമുക്ക് ഈ ഒരു ക്യാൻഡിലെയും തേർഡ് ക്യാൻഡിലും ഗ്യാപ്പ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പിന്നീട് നോക്കുന്നത് ഈ ഒരു രണ്ട് ക്യാൻഡിലാണ് അല്ലേ. സോറി, ഈ ഫസ്റ്റ് ക്യാൻഡിലെയും തേർഡ് ക്യാൻഡിലെയും അത്യാവശ്യം നല്ലൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഫസ്റ്റ് ക്യാൻഡിലെയും ഈ ഒരു ക്യാൻഡിലിൻ്റെയും തേർഡ് ക്യാൻഡിലെയും ഇടയിൽ നല്ലൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ക്യാൻഡിലിനെ, ഈ ഫസ്റ്റത്തെ റെഡ് ക്യാൻഡിലിനെ, അതായത് നമ്മുടെ ബ്രേക്ക് ചെയ്യാൻ സഹായിച്ച ഫസ്റ്റ് ക്യാൻഡിലിനെ നമുക്ക് എന്ത് പറയാം, നമുക്ക് വേണമെങ്കിൽ ഓർഡർ ബ്ലോക്ക് ക്യാൻഡിൽ, OB ക്യാൻഡിൽ എന്ന് പറയാൻ പറ്റും ഇവിടെ. ഈ ഒരു ക്യാൻഡിലിനെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഒന്നുകൂടെ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഓർഡർ ബ്ലോക്ക് കൺഫേം ചെയ്യണമെങ്കിൽ നമുക്ക് രണ്ട് കാര്യം വേണം. ഒന്ന്, നമുക്ക് ഏതെങ്കിലും ഒരു ഹൈ ഏരിയനെ ബ്രേക്ക് ചെയ്യണം മാർക്കറ്റ്. ഒരു ഡൗൺ സൈഡ് മൂവ് വന്നതിന് ശേഷം അപ്പ് സൈഡ് പോയി അതായത് ഈ ഹൈനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് എന്തായി, അവിടെ നമുക്ക് ഒരു കൺഫർമേഷൻ ഓക്കെ, അതായത് നമ്മുടെ ഹയർ ഹൈനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഒരു പുൾ ബാക്ക് തന്നതിന് ശേഷം ഹയർ ഹൈനെ ബ്രേക്ക് ചെയ്തപ്പം ഈ ഒരു ക്യാൻഡിലെ നമുക്ക് ഓർഡർ ബ്ലോക്ക് ആയിട്ട് പരിഗണിക്കാം. ഇനി അടുത്ത് നോക്കേണ്ട കാര്യം എന്താണ്, ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നമുക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടോ എന്നുള്ള കാര്യമാണ് നോക്കേണ്ടത്. അതായത് ഫസ്റ്റ് ക്യാൻഡിലെയും തേർഡ് ക്യാൻഡിലെയും ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടോ എന്നുള്ളത് നോക്കാം. അതും കറക്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതിനെ പ്രോപ്പറായിട്ടുള്ളൊരു ഓർഡർ ബ്ലോക്ക് ക്യാൻഡിൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഇവിടെ നമുക്ക് ലിക്വിഡിറ്റി കളക്ട് ചെയ്തായിട്ട് ജസ്റ്റ് കാണാൻ കഴിയില്ലെങ്കിൽ വേറൊരു സുഖം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഈ ഒരു നിങ്ങൾക്കറിയാം അപ്സൈഡ് ഇങ്ങനെ മാർക്കറ്റ് പോകുമ്പോൾ എപ്പോഴും ഓരോ ക്യാൻഡിൽ താഴെ സ്റ്റോപ്പ് ലോസുകൾ ഉണ്ടാവും. മാർക്കറ്റ് സ്റ്റോപ്പ് ലോസിനെ ഉണ്ടാവും, മീൻസ് അപ്സൈഡ് ഇങ്ങനെ പോകുന്ന സമയത്ത് ആ ഒരു സ്റ്റോപ്പ് ലോസിനെ കളക്ട് ചെയ്തിട്ടാണ് ഇവിടുന്ന് മാർക്കറ്റ് മൂവ് ചെയ്തത്. കണ്ടിന്യൂസ് അപ്സൈഡ് പോകുമ്പോൾ നിങ്ങൾക്കറിയാം എല്ലാവരും ബൈ പൊസിഷൻ കയറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒട്ടുമിക്ക ആളുകളും ചിലപ്പോൾ ഓരോ ക്യാൻഡിലെ താഴെയും സ്റ്റോപ്പ് ലോസുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ചെറിയ സ്കാൽപ്പിംഗ് ഒക്കെ ചെയ്യുന്നവർ ആ ഒരു സ്റ്റോപ്പ് ലോസ് കളക്ട് ചെയ്തിട്ട് മൂവ് ചെയ്തു. അപ്പോൾ ഇവിടെ ലിക്വിഡിറ്റിയും കളക്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഒരു ബ്രേക്ക് സ്ട്രക്ചർ തന്നിട്ടുണ്ട്, പിന്നെ മൂന്നാമത്തത് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. അപ്പം നമുക്ക് എല്ലാ കാര്യവും ഓക്കെയാണ്. ഇതിന് പ്രോപ്പർ ആയിട്ടുള്ളൊരു ഓർഡർ ബ്ലോക്ക് ക്യാൻഡിൽ എന്ന് പറയാൻ കഴിയും. മനസ്സിലായോ? ഇനി നിങ്ങൾ ഓർഡർ ബ്ലോക്കിൻ്റെ പ്രത്യേകത ശ്രദ്ധിച്ചാൽ അറിയാം, മാർക്കറ്റ് കുറേ അപ്സൈഡ് പോയതിന് ശേഷം വീണ്ടും ഒരു ഓർഡർ ബ്ലോക്കിലും ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിന് എപ്പോഴും മാർക്കറ്റ് എന്ത് ചെയ്യും, എപ്പോഴും ഒന്നുകൂടെ മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. സെയിം പോലെ തന്നെ ഈ വീണ്ടും നമ്മുടെ ഓർഡർ ബ്ലോക്ക് ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നു, ഇവിടുന്ന് വീണ്ടും ഒരു പുഷ് തന്നു, നല്ലൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് തന്നു അല്ലേ. ഇങ്ങനെ നമുക്ക് ഇനി വേറെയും ഓർഡർ ബ്ലോക്ക് നമുക്ക് ഈ ഒരു ചാർട്ടിലുണ്ട്. മാർക്കറ്റ് എന്താണ്, കണ്ടിന്യൂസ് ഡൗൺ സൈഡ് തന്നു, മീൻസ് കണ്ടിന്യൂസ് ഡൗൺ സൈഡ് മീൻസ് ഒരു പുൾ ബാക്ക് തന്നു അല്ലേ. ഇവിടെ അപ്പ് സൈഡ് പോയതിനു ശേഷം ഒരു പുൾ ബാക്ക് തന്നു, ഡൗൺ സൈഡ് മൂവ്മെൻ്റ് അല്ല. നമ്മൾ നേരത്തെ പഠിച്ച രണ്ട് ടോപ്പിക്കുകൾ നിർബന്ധമാണ് ഈ ഒരു ഓർഡർ ബ്ലോക്കിന് അല്ലേ. നിങ്ങൾക്കറിയാം നമ്മൾ നേരത്തെ പഠിച്ച എന്താണ്, പുൾ ബാക്ക്, ഫെയർ വാല്യൂ ഗ്യാപ്പ്, അത് രണ്ടും എന്തിനും നിർബന്ധമാണ്, ഒരു ഓർഡർ ബ്ലോക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നിർബന്ധമാണ് അല്ലേ. ഈ ഒരു എക്സാമ്പിൾ ഇതുപോലെ തന്നെ മാർക്കറ്റ് ഒരു ഡൗൺ സൈഡ് മീൻസ് ഒരു പുൾ ബാക്ക് തന്നു, പുൾ ബാക്ക് തന്നതിന് ശേഷം ഈ ഹൈനെ ബ്രേക്ക് ചെയ്തു മാർക്കറ്റ് അല്ലേ. ഫസ്റ്റത്തെ എക്സാമ്പിൾ നമ്മൾ നോക്കി, മാർക്കറ്റ് ഒരു പുൾ ബാക്ക് തന്നു, ഈ ഹൈനെ ബ്രേക്ക് ചെയ്യുകയും ചെയ്തു ഇവിടെ. അപ്പോൾ നമുക്ക് എന്താണ്, ഈ ബ്രേക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് ഏത് ഏരിയ എന്നാണ് നോക്കുക. ഫസ്റ്റ് ക്യാൻഡിൽ ഇവിടെ നിന്നാണ് തുടങ്ങിയത്. ഇത് ശരിക്കൊരു പിന്നെ ഇവിടെ നമുക്ക് എന്താണ്, ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ഉണ്ട്. പ്രീവിയസ് ക്യാൻഡിലെ ജസ്റ്റ് സ്വീപ്പ് ചെയ്തിട്ട് ഒരു പിൻബാർ ക്യാൻഡിൽ അല്ലേ. അപ്പോൾ എന്താണ്, അവിടുത്തെ ലിക്വിഡിറ്റി കൂടെ കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ആയിരിക്കും മിക്കവാറും, കാരണം അത്രയും ലിക്വിഡിറ്റി കളക്ട് ചെയ്യുമ്പോഴാണ് ഇത്രയും പിൻബാസ് ക്യാൻഡിൽസ് വരിക. അപ്പോൾ നമുക്കതിനെ പ്രോപ്പറായിട്ടൊരു ഓർഡർ ബ്ലോക്ക് ക്യാൻഡിലായിട്ട് പറയാം. മസ്റ്റായിട്ട് ഓർഡർ ബ്ലോക്ക് ക്യാൻഡിൽ നോക്കേണ്ട രണ്ട് കാര്യമുള്ളൂ. ഒന്ന് എന്താണ്, ഒരു പുൾ ബാക്ക് വരണം, അതുപോലെ തന്നെ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് മുകളിൽ പോകണം, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണ്. നമുക്ക് പുൾ ബാക്കിന് ശേഷം ബ്രേക്ക് നടക്കുക, ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഈ രണ്ട് കാര്യം മസ്റ്റാണ് ഓർഡർ ബ്ലോക്കിന്. ഈ ലിക്വിഡിറ്റി സ്വീപ്പ് ഉണ്ടായാൽ എക്സ്ട്രാ ബെനിഫിറ്റ് ആണ്, നല്ല സൂപ്പർ ഓർഡർ ബ്ലോക്ക് എന്ന് നമുക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടു നമ്മുടെ ഫസ്റ്റ് ക്യാൻഡിലിൽ എന്താണ്, ഈ ഒരു എക്സാമ്പിൾ നമുക്ക് ഇത് കുറച്ചുകൂടെ ക്ലിയർ ആവും. എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്യാൻഡിലെയും തേർഡ് ക്യാൻഡിലെയും ഗ്യാപ്പിൽ എന്താണ്, ഒരു ഇൻബാലൻസ് ഇല്ല, അവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇല്ല. ഫസ്റ്റ് ജസ്റ്റ് മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഏരിയ അല്ലേ. അപ്പോൾ നമ്മൾ നോക്കുക പിന്നെ എന്താണ്, സെക്കൻഡ് ക്യാൻഡിലിനെയും ഫോർത്ത് ക്യാൻഡിലിൻ്റെയും ഇടയിൽ നോക്കും. പ്രോപ്പറായിട്ടൊരു ഇൻബാലൻസ് ഇവിടെ ഉണ്ട്, ഇവിടെയും ഇതിൻ്റെ ഇടയിൽ അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു കേസിൽ നമുക്ക് എന്താണ്, സെക്കൻഡ് ക്യാൻഡിലാണ് ഓർഡർ ബ്ലോക്ക് ക്യാൻഡിലായിട്ട് കൺസിഡർ ചെയ്യുക, ഇതിനെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യും അല്ലേ. മാർക്കറ്റ് വീണ്ടും ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ഓർഡർ ബ്ലോക്ക് ഏരിയയിൽ ജസ്റ്റ് ടച്ച് ചെയ്തിട്ട് മൂവ് ചെയ്തു.
നമുക്ക് ഇങ്ങനെ പ്രോപ്പറായിട്ടുള്ള ഓർഡർ ബ്ലോക്കുകൾ എന്ത് ശരിക്കും ഞാൻ പറഞ്ഞു, ഞാനിതിനൊരു ലോജിക്ക് പറഞ്ഞുതരാം എങ്ങനെയാണ് ഓർഡർ ബ്ലോക്ക് ക്യാൻഡിൽസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാനുള്ള റീസൺ എന്താണെന്നുള്ളത്. ഇപ്പം നമ്മൾ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിക്കാം. ഇപ്പോൾ ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് എൻ്റർ ആവാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് കരുതുക. ഈ ഒരു ഏരിയയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് എൻ്റർ ആയിട്ടുണ്ട്. അവിടെ നമ്മൾ ഓർഡർ ബ്ലോക്ക് ക്യാൻഡിൽ കൺസിഡർ ചെയ്തില്ലേ. ഇപ്പോൾ ഇവർക്കൊരു 2 കോടി ഓർഡർ അവർക്ക് ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ആദ്യം ഈ ഒരു ഏരിയയിൽ ഒരു 1 crore ഓർഡർ വാങ്ങിയതിന് ശേഷം അവർ പിന്നീട് ഡിസ്കൗണ്ട് പ്രൈസിന് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് വീണ്ടും അവർ വാങ്ങിയ ഏരിയൻ്റെ താഴെ പോകാതിരിക്കാൻ വേണ്ടി അവർ എന്താണ് വീണ്ടും ആ ഒരു ഏരിയയിൽ എത്തുന്ന സമയത്ത് വീണ്ടും ഒരു പുഷ് ചെയ്യും. വീണ്ടും അവരുടെ അവർ 2 കോടിയാണ് അവരുടെ കംപ്ലീറ്റ് ഓർഡർ എന്ന് കരുതുക. അവർ വിചാരിച്ചത് ഒരു കോടി ഓർഡർ ഇവിടെ എൻ്റർ ചെയ്തിട്ട് ഇത്രയും പുഷ് ചെയ്ത് മാർക്കറ്റിനെ വീണ്ടും ഈ ലിക്വിഡിറ്റി കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു പുൾ ബാക്കുകൾ ഇങ്ങനെ തന്നു. മാർക്കറ്റിൽ ആളുകൾ ചിന്തിക്കും ഇപ്പോൾ ഡൗൺ സൈഡ് മൂവ് ചെയ്യുന്നുള്ള ആ ഒരു ചിന്ത വരുത്തിയിട്ട് ഒരുപാട് ഓർഡർ കളക്ട് ചെയ്തിട്ട് വീണ്ടും ഇവർ ആദ്യം ഓർഡർ ചെയ്ത ഏരിയയിൽ എത്തിയ സമയത്ത് വീണ്ടും ബാലൻസുള്ള ഒരു കോടി ഓർഡർ കൂടി അവിടെ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ വീണ്ടും മാർക്കറ്റ് നല്ല പുഷ് ചെയ്തു. ഇവിടുന്ന് ഡൗൺ സൈഡിലേക്ക് എൻട്രി ചെയ്ത ആളുകളുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് പോയി. മാർക്കറ്റ് നല്ല അപ്സൈഡ് മൂവ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഒരു ലോജിക്ക് ഇതാണ്. എന്ത് കാര്യം നമ്മൾ ലോജിക്കോടെ പഠിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ. അവരുടെ ഓർഡറുകൾ ഹാഫ് ക്വാണ്ടിറ്റി ഓർഡർ എടുക്കും. പിന്നീട് വീണ്ടും മാർക്കറ്റ് ആ ഏരിയയിൽ അവർ എവിടെ നിന്നാണ് എൻ്റർ ആവാൻ ചാൻസ് ഇല്ല. നമ്മൾ ഒരു ഓർഡർ ബ്ലോക്ക് ആദ്യം മാർക്ക് ചെയ്ത് വെച്ചു അല്ലേ. വീണ്ടും അവിടെ എത്തുമ്പോൾ നമ്മൾ എടുക്കാനുള്ള റീസൺ ഇതാണ്. അവർ ഇനിയും ഓർഡർ അവിടെ ഇടാൻ ചാൻസ് ഉണ്ട് എന്നുള്ള തോന്നൽ കൊണ്ട് നമ്മളും എന്ത് ചെയ്യുക, അവരിടാൻ ചാൻസ് ഉള്ള ഏരിയയിൽ എത്തുമ്പോൾ നമ്മളും ട്രേഡ് ഇടുക. അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷൻ എവിടെയാണോ ട്രേഡ് ഇടുന്നത് അവരുടെ കൂടെ നമ്മൾ പോകാനാണ് നമ്മൾ ഈ ഒരു സ്മാർട്ട് മണിയിൽ ശ്രമിക്കുന്നത് അല്ലേ. സ്മാർട്ട് മണി ട്രേഡേഴ്സിൻ്റെ കൂടെ നമ്മളും മുന്നോട്ട് പോവുക. അപ്പോൾ നമുക്ക് പ്രോഫിറ്റബിൾ ട്രേഡിലെത്താൻ പറ്റും. ഇനി ഞാനൊരു ഗ്രാഫിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം. ഈ ഒരു ഇന്നത്തെ നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റിയുടെ ഒക്കെ നമുക്ക് ഇന്ന് ഇപ്പോൾ ലൈവായിട്ട് മാർക്കറ്റ് ഇപ്പോൾ റണ്ണിങ് ആണ്. 12th ജൂലൈ അല്ലേ. രാവിലെ നമുക്ക് നല്ല മൂവ്മെൻറ്റ്സ് മീൻസ് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലൊക്കെ ഫസ്റ്റ് നല്ലൊരു എൻട്രി കിട്ടിയതായിരുന്നു. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം എൻട്രീൻ്റെ റീസൺ. നമുക്കൊരു 5 minutes ക്യാൻഡിൽ നോക്കുന്ന സമയത്ത് ഇന്ന് 12th ജൂലൈ അല്ലേ 2021 ജൂലൈ 12-ാം തീയതി മാർക്കറ്റ് ഒരു കണ്ടിന്യൂസ് അപ്സൈഡ് മൂവ് ചെയ്തതിനു ശേഷം ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയയിൽ 49,400 റേഞ്ചിലെത്തിയ സമയത്ത് ജസ്റ്റ് അവിടെ നിന്നൊരു ബൗൺസ് ബാക്ക്, ലാസ്റ്റത്തെ ഒരു ഹൈ ഇതാണെന്നല്ലേ. മാർക്കറ്റിൻ്റെ ചെറിയൊരു പുൾ ബാക്ക് നമ്മൾ പറഞ്ഞു. പുൾ ബാക്ക് എങ്ങനെ കൺഫേം ചെയ്യുന്നത് നമ്മൾ നേരത്തെ പഠിച്ച പുൾ ബാക്ക് ഒന്നും കൂടെ നോക്കിച്ചു. അപ്സൈഡ് മാർക്കറ്റ് പോകുമ്പോൾ മാർക്കറ്റിൽ ലാസ്റ്റത്തെ ഹൈ ക്യാൻഡിൽ ഇതാണ്. ഈ ഒരു ക്യാൻഡലിൻ്റെ ലോ ജസ്റ്റ് സ്വീപ്പ് ചെയ്തു. അപ്പോൾ ഇതിനെ നമുക്ക് ചെറിയൊരു പുൾ ബാക്ക് ആയിട്ട് കൺസിഡർ ചെയ്യാം അല്ലേ. അപ്പോൾ മാർക്കറ്റ് ഈ ഒരു ലോനെ സ്വീപ്പ് ചെയ്ത സമയത്ത് നമുക്ക് എന്താണ് മാർക്കറ്റ് കണ്ടിന്യൂസ് അപ്സൈഡ് തന്നെ പോകണം. അപ്പോൾ ലാസ്റ്റത്തെ ഈ ഒരു പുൾ ബാക്കിനെ മാർക്കറ്റ് എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്ത് താഴെ വരുമ്പോൾ ഈ ഒരു സ്ട്രക്ചർ എന്താണ്, ഈ ഒരു സ്ട്രക്ചർ ബ്രേക്കായി. അപ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് ഓർഡർ ബ്ലോക്ക് ക്യാൻഡിൽ കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗ്ഗമായി. ഈ സ്ട്രക്ചർ ബ്രേക്ക് ആയപ്പോൾ നമുക്ക് എവിടെ നിന്നാണ് ഈ മൂവ് തുടങ്ങിയത് ആ ഒരു ക്യാൻഡിലിനെ നമ്മൾ നോക്കി വെച്ചു അല്ലേ. ഈ ഒരു ക്യാൻഡിലിനെ നമ്മൾ നോക്കി വെച്ചു. ഈ ഒരു ക്യാൻഡിലെയും തേർഡ് ക്യാൻഡിലെയും ഇടയിൽ എന്താണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടോന്നില്ല അല്ലേ. കാരണം ഇവിടെ ഓൾറെഡി മിറ്റിഗേറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് നോക്കി സെക്കൻഡ് ക്യാൻഡിലെയും ഫോർത്ത് ക്യാൻഡിലെയും ഇടയിൽ എന്താണ് ഒരു വലിയൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് അവിടെ കാണാം. അപ്പം നമുക്ക് ഈ ഒരു കേസിൽ സെക്കൻഡ് ക്യാൻഡിലാണ് ഓർഡർ ബ്ലോക്ക് ക്യാൻഡിലായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നത് ഇവിടെ അല്ലേ. നിങ്ങൾക്ക് ഇവിടെ പറയാം പ്രോപ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഓർഡർ ബ്ലോക്ക് ക്യാൻഡിലിനെ മാർക്ക് ചെയ്യാം. സെക്കൻഡ് ക്യാൻഡിൽ ഞാൻ പറഞ്ഞു, സെക്കൻഡ് ക്യാൻഡിലാണ് നമ്മൾ ഓർഡർ ബ്ലോക്ക് ക്യാൻഡിൽ. ഈ ഒരു ഓർഡർ ബ്ലോക്ക് ക്യാൻഡിലിനെ ജസ്റ്റ് മാർക്ക് ചെയ്ത് വെച്ചു. ഇവിടെ എന്താ സംഭവിച്ചത്, മാർക്കറ്റ് വീണ്ടും ഡൗൺ സൈഡ് മൂവ് ചെയ്തതിന് ശേഷം എന്താണ് പ്രോപ്പറായിട്ട് സംഭവിച്ചത്, വീണ്ടും ഒരു അപ്പ് സൈഡിലേക്ക് വന്നു അല്ലേ. മാർക്കറ്റ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ലോനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് വന്നു. ഇപ്പോൾ നോർമലി നമ്മൾ ഇതുവരെ ട്രേഡ് ചെയ്ത ആളുകളൊക്കെ എന്താ ചെയ്യുക, ആ ഒരു ലോ ബ്രേക്ക് ഔട്ട് തന്നിട്ട് ഇവിടുന്ന് ട്രേഡ് എടുക്കാമെന്ന് പറയില്ലേ. നമ്മൾ ഇത്രയും കാലം ട്രേഡ് ചെയ്ത് അങ്ങനെയായിരുന്നു. അങ്ങനെ ചെയ്തപ്പോൾ എന്താണ് പ്രോബ്ലം വന്നത്, ഈ ഒരു ഏരിയനെ മാർക്കറ്റ് ഇവിടുന്ന് ഡൗൺ സൈഡ് ഇവിടുന്ന് താഴേക്ക് ഈ ഒരു ലോനെ ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾ നമ്മളെപ്പോലുള്ള റീറ്റെയിലേഴ്സ് ഇത്രയും കാലം ചെയ്തെന്താണ് ഇവിടുന്ന് സെല് ചെയ്യാൻ ശ്രമിക്കും. മാർക്കറ്റ് നല്ലൊരു പുഷ് ബാക്ക് തന്നു. നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്ത് വെച്ച ഓർഡർ ബ്ലോക്ക് ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തി അല്ലേ. ആ ഒരു ഏരിയയിൽ എത്തിയപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ട്രേഡ് ഈ ഒരു ഏരിയയിൽ നമുക്ക് എവിടെ നിന്നെങ്കിലും ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ഇവിടെ ഈ ഒരു നല്ലൊരു മൂവ്മെൻറ്റ്, അതായത് 44,920 റേഞ്ചിൽ നിന്ന് 44,750 റേഞ്ച് വരെ മാർക്കറ്റ് മൂവ് ചെയ്തു അല്ലേ. നല്ലൊരു മൂവ് 1:3 1:2 ഒക്കെ സുഖമായിട്ട് എടുക്കാൻ പറ്റുന്ന ട്രേഡുകൾ കിട്ടിയുടെ.
അപ്പോൾ ഏതൊരു ട്രേഡ് നമ്മൾ എന്താണ് നമുക്ക് ഈ ഒരു ഓർഡർ ബ്ലോക്ക് ക്യാൻഡിൽ നമ്മളെ സഹായിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് എൻട്രി എടുക്കാൻ ചെറിയ സ്റ്റോപ്പ് ലോസ് ഉള്ള ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഈ സാധാരണ ട്രേഡേഴ്സ് എൻട്രി എടുക്കുന്ന പോലെയുള്ള ഏരിയയിൽ നിന്ന് എൻട്രി എടുക്കുക അവിടുന്ന് ഡൗൺ സൈഡ് ബ്രേക്ക് ചെയ്യുമ്പോൾ എൻട്രി എടുക്കുന്നതിന് പകരം നമുക്ക് എന്താണ് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് നമ്മുടെ ഏരിയ ഓർഡർ ബ്ലോക്കിൽ എത്തുന്നുണ്ടോ അല്ലെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്പുള്ള ഓർഡർ ബ്ലോക്കിൽ എത്തുന്നുണ്ടോ ട്രേഡ് ആ സമയത്ത് ട്രേഡ് എടുത്താൽ നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടും അവിടെ ഇതാണ് ഈ ഒരു സെറ്റപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ഇങ്ങനെ മാർക്കറ്റ് ടൈമിൽ ഞാൻ മാർക്ക് ചെയ്യാമെന്ന് കാണിച്ചു തരാം ഇത് ഇന്നലത്തെ ഒരു ക്യാൻഡിലാണ് കരുതുന്നത് ഒരു 11th ജൂലൈയുടെ ക്യാൻഡിലാണ് ഇപ്പോൾ ഇവിടെ നിഫ്റ്റീൻ്റെ ഒരു 5 മിനിറ്റ്സ് ചാർട്ടാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഓർഡർ ബ്ലോക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യണമെന്നുള്ള നിങ്ങൾക്കിവിടെ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് നോക്കാം അപ്പോൾ ഓർഡർ ബ്ലോക്കിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് ഇത് വളരെ സ്ലോ പിന്നെ ഓരോ ക്യാൻഡിൽസും ഓരോ 5 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലാണ് നമുക്ക് ഈ ഒരു മൂവ്മെൻറ്റ് ഓരോ മൂവ്മെൻറ്റിലും ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആവുന്നുണ്ടോ നോക്കുക നമ്മൾ എന്താ നോക്കേണ്ടത് ഓരോ ലാസ്റ്റത്തെ ലോവർ ലോനെ ബ്രേക്ക് ചെയ്യുന്നു അവർ ഹയർ ലോനെ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക അപ്പ് സൈഡ് പോകുമ്പോൾ അല്ലേ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഹൈ ബ്രേക്ക് ചെയ്തു അപ്പോൾ നമുക്കിവിടെ ഹയർ ലോ ആയിട്ട് പറയാം ഈ ഒരു ലോനെ ബ്രേക്ക് ചെയ്തില്ല മാർക്കറ്റ് ലാസ്റ്റത്തെ ലോനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് അപ്പോൾ ഈ ഹയർ ലോയും ലോവർ ലോ ഇങ്ങനെ കണ്ടുപിടിക്കാൻ നമ്മൾ അടുത്ത ടോപ്പിക്കിൽ പറയും മാർക്കറ്റ് സ്ട്രക്ചറിനെ കുറിച്ച് അപ്പോൾ പഠിക്കാം ഇവിടെ ലോ മാർക്ക് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ഈ കൂടി ക്ലീൻ അവിടെ പോസ് ചെയ്ത് കാണിച്ചു ജസ്റ്റ് പോസ് ചെയ്തിട്ട് കാണിച്ചു തരാം ഇവിടെ നമുക്ക് മാർക്കറ്റിൽ നമ്മൾ നോക്കുക അപ്സൈഡ് കണ്ടിന്യൂസ് ഇങ്ങനെ മാർക്കറ്റ് മൂവ് ചെയ്യാണ് അപ്പോൾ നമുക്കൊരു സ്ട്രക്ചർ ബ്രേക്ക് ആവുന്നുണ്ട് നോക്കുക എപ്പോഴും ഹയർ ഹൈ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ പോകുക ഹയർ ഹൈ ഹയർ ലോ ലാസ്റ്റത്തെ ഹയർ ലോ ഇതായിരിക്കും നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ ഒരു പുൾ ബാക്ക് തന്നതിന് ശേഷം ഈ ഹയർ ലോനെ ഇവിടെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു അപ്പോൾ നമ്മൾ എവിടുന്നാണ് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയ ക്യാൻഡിൽ ഫസ്റ്റ് ക്യാൻഡിൽ മൂവ് ചെയ്തത് ഈ ഒരു ക്യാൻഡിലാണ് അല്ലേ ഈ ഒരു ക്യാൻഡിൽ ജസ്റ്റ് ഇവിടുത്തെ ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ട് ഒരു ക്യാൻഡിൽ ഉണ്ടായിട്ട് ഈ ഒരു ക്യാൻഡിലിന് പക്ഷേ ഒരു വേറെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ ഒരു ക്യാൻഡിലെയും തേർഡ് ക്യാൻഡിലിൻ്റെ ഇടയിൽ ഒരു മിറ്റിഗേഷൻ മീൻസ് ഓൾറെഡി മിറ്റിഗേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇല്ല അപ്പോൾ നമുക്ക് പറയാം സെക്കൻഡ് ക്യാൻഡിലിനെയും ഫോർത്ത് ക്യാൻഡിലിൻ്റെ ഇടയിൽ എന്താണ് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് പ്രോപ്പർ ആയിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമുക്ക് FVG എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്ത് നോക്കാം അതുപോലെ ഈ ഒരു ക്യാൻഡിൽ സെക്കൻഡ് ക്യാൻഡിൽ നമുക്ക് ഒരു ഓർഡർ ബ്ലോക്ക് ക്യാൻഡിലായിട്ട് മാർക്ക് ചെയ്ത് നോക്കാം ആ ഒരു ഏരിയയിൽ എത്തുമ്പോൾ ട്രേഡ് എടുക്കുന്ന പോലെ ഇനി ഈ ഒരു ഏരിയയിൽ നമുക്ക് എന്താണ് ഓർഡർ ബ്ലോക്ക് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു മാർക്കറ്റ് ഇവിടെ എത്തുകയാണെങ്കിൽ ട്രേഡ് അല്ലെങ്കിൽ ട്രേഡ് ഇല്ല എന്നുള്ള കോൺസെപ്റ്റാണ് ഇപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ട്രേഡ് എടുക്കണ്ട ഇത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ ചില ദിവസങ്ങളിൽ ഒരുപാട് എൻട്രീസ് ട്രേഡ് എടുത്തിട്ട് നമുക്ക് എന്താണ് ട്രേഡ് ഓവർ ട്രേഡ് ചെയ്യുന്നതിനെ നമ്മൾ ഹെൽപ്പ് ചെയ്യും ഇപ്പോൾ ഒരു ദിവസം 1-2 എൻട്രി ചാൻസ് നമുക്ക് കിട്ടുള്ളൂ അല്ലെങ്കിൽ ഒരു എൻട്രി ചാൻസ് കിട്ടുള്ളൂ ചില ദിവസം ഒന്നും കിട്ടില്ല അതുവരെ നമ്മൾ പ്രോപ്പറായിട്ട് വെയിറ്റ് ചെയ്യാറില്ല ജസ്റ്റ് ഈ ഒരു ഏരിയനെ മാർക്കറ്റ് ഈ ഓർഡർ ബ്ലോക്ക് ഏരിയനെ ജസ്റ്റ് ടച്ച് ചെയ്തിട്ട് നിങ്ങൾ പോയില്ലേ മാർക്കറ്റ് നമ്മളെ ഓർഡർ ബ്ലോക്ക് ഏരിയൻ്റെ ലോലെ ജസ്റ്റ് ടച്ച് ചെയ്തിട്ട് പോയി മാർക്കറ്റ് ആയി നമുക്കൊരു എൻട്രി അവസരം കിട്ടിയില്ല ഒരു ചെറിയൊരു പോയിന്റിലായിരിക്കും നമ്മുടെ എൻട്രി മിസ് ചെയ്തത് പക്ഷേ നോ ഇഷ്യൂസ് അന്ന് അങ്ങനെയാണെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്യില്ല എന്നുള്ള പ്ലാൻ ചെയ്യാം ഇനി ഇൻ കേസ് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൻ്റെ മുകളിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ എൻട്രി എടുക്കും ജസ്റ്റ് ഈ ഒരു ക്യാൻഡലിൻ്റെ മുകളിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ എൻട്രി എടുക്കുള്ളൂ അപ്പോൾ എപ്പോഴും നമ്മൾ വെയിറ്റ് ചെയ്യുക അത്തരത്തിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് എപ്പോഴും കിട്ടുക എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ അപ്സൈഡ് മാർക്കറ്റ് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഹയർ ലോ ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും ഇവിടെ ഒരു ഹയർ ലോ ഇതാണ് ഹൈ ഇത് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഈ ക്യാൻഡലിനെ ഇവിടെ ഈ ഒരു ലോവർ ഹൈനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഒരു ക്യാൻഡലിനെ ഓർഡർ ബ്ലോക്ക് ക്യാൻഡലായിട്ട് പറയാൻ പറ്റും കാരണം എന്താ ഇതിൻ്റെയും തേർഡ് ക്യാൻഡലിൻ്റെ ഇടയിൽ എന്താണ് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ വീണ്ടും മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ ഇത് ബ്രേക്ക് ചെയ്തതിനു ശേഷം ഈ ഒരു ഏരിയയിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മുടെ അപ്സൈഡ് എൻട്രി എന്ന് പറയുന്നത് അപ്പോൾ ഓർഡർ ബ്ലോക്ക് ഇങ്ങനെ പ്രോപ്പറായിട്ട് മാർക്ക് ചെയ്യാന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു ഓക്കെ ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്കിൽ മാർക്കറ്റ് സ്ട്രക്ചർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എങ്ങനെയാണ് മാർക്കറ്റ് സ്ട്രക്ചർ ഹയർ ഹൈ ഹയർ ലോ അല്ലെങ്കിൽ ലോവർ ഹൈ ലോവർ ലോ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇത്തരം കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയും ഇതുകൂടെ കഴിഞ്ഞാൽ നമുക്കൊരു എൻട്രി എങ്ങനെ എടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം മനസ്സിലാവും ഓക്കെ